കാൽവരിയിൽ ആ മരക്കുരിശിൽ എൻ പാപമെല്ലാം വഹിച്ചവനേ, കാൽവരിയിൽ ആ മരക്കുരിശിൽ എൻ പാപമെല്ലാം വഹിച്ചവനേ, എനിക്കായി തകർന്ന എൻ പ്രാണനാഥനെ സ്നേഹിക്കും സ്നേഹിക്കും ഞാനിനി. എനിക്കായി തകർന്ന എൻ പ്രാണനാഥനെ സ്നേഹിക്കും സ്നേഹിക്കും ഞാനിനി. പിരിയില്ല ഞാൻ, മാറില്ല ഞാൻ, യേശുവേ അങ്ങിൽ നിന്നും നൽകിടാമെൻ പ്രാണൻ പോലും പ്രിയനേ പ്രിയനേ നൽകിടാമെൻ പ്രാണൻ പോലും പ്രിയനേ പ്രിയനേ എത്രയോ അങ്ങേ തള്ളി പറഞ്ഞു ഞാൻ, എങ്കിലും എന്നെ സ്നേഹിച്ചു. എത്രയോ പാപം ചെയ്തു അകന്നു ഞാൻ, എങ്കിലും ക്ഷമിച്ചില്ലേ നീ. എന്തു ഞാൻ നൽകും, എന്തു ഞാൻ നൽകും ആ സ്നേഹമോർത്താൽ എന്നേശുവേ. പോയിടാം നിനക്കായി ലോകമെങ്ങും, സാക്ഷിയാകാമെൻ നാഥനായി. പിരിയില്ല ഞാൻ, മാറില്ല ഞാൻ, യേശുവേ അങ്ങിൽ നിന്നും നൽകിടാമെൻ പ്രാണൻ പോലും പ്രിയനേ പ്രിയനേ നൽകിടാമെൻ പ്രാണൻ പോലും പ്രിയനേ പ്രിയനേ പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണെന്നാണ് ഈ പാട്ടിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. എത്രയോ പാപങ്ങൾ ചെയ്തിട്ടും നീ എന്നെ സ്നേഹിച്ചു, പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടും നീ എന്നെ ഓർത്തു. അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ, യേശുവിന് മാത്രമേ അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ 100 നന്മകൾ നമ്മൾ ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ആ 99 ആളുകൾ മറക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് മാനുഷികമാണ്, അത് ലോക സഹജമാണ്. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാളെയെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒഴുകിയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും അപ്പായോട് നിങ്ങളൊരു വിഷയം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അതോർത്തിരിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ഒരിക്കലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ല, ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമുക്ക് ഈ പാട്ടിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിച്ചാൽ അത് യോഹന്നാന്റെ സുവിശേഷം
21 അധ്യായമാണ്. ശിമോനെ, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും കർത്താവ് ചോദിക്കുകയാണ്, ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഈ പത്രോസ് യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞു. യേശു കർത്താവിനെ തള്ളിപ്പറയുക മാത്രമല്ല, ഒരു സഹോദരി വന്നിട്ട്, നീയും ആ ഗലീലക്കാരനല്ലയോ, നീയും അവനോടൊപ്പം ഉണ്ടായിരുന്നവനല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആണയിട്ട് പ്രാഗിക്കൊണ്ട് ശപിച്ചുകൊണ്ട്, ഞാൻ അവൻ്റെ കൂട്ടത്തിലുള്ളവനല്ല, എനിക്ക് അവനെ അറിഞ്ഞുപോലും കൂടാ എന്ന് പത്രോസ് പറഞ്ഞു. ആ സമയത്ത് യേശു അവനെ ഒന്ന് നോക്കി എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, പത്രോസിൻ്റെ അകത്ത് ഭയങ്കര കുറ്റബോധവും വേദനയും വിഷമവും വെപ്രാളവും ഒക്കെ ഉണ്ടായി. ഞാൻ തള്ളി പറഞ്ഞു, ഞാൻ ആണയിട്ടു, ഞാൻ പ്രാഗി, ഞാൻ കർത്താവിനെ വിട്ടു, അല്ലെങ്കിൽ അകലം വിട്ട് അനുഗമിച്ചു. യേശു ഒരിക്കൽ എന്നോട് പറഞ്ഞായിരുന്നു, നീ എന്നെ തള്ളി പറയുമെന്ന്. അതെല്ലാം നടന്നു എന്നുള്ള ആ ഹൃദയവേദനയിൽ ശരിക്കും പറഞ്ഞാൽ വീണ്ടും എല്ലാം കർത്താവ് എന്നെ കൈവിട്ടു, ശുശ്രൂഷയും പോയി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന നിലയിൽ വീണ്ടും ആ ദിദിമോസ് എന്ന തോമസിനെയും കാനായിലെ നഥനേലിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് വീണ്ടും തിബരിയാസ് കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പീറ്റർ കടന്നുപോയി. എന്നാൽ അവർ കടന്നുപോയി, അവർക്ക് ഒരു മത്സ്യവും ലഭിച്ചില്ല. അന്ന് യേശു കർത്താവ് ആ കടൽക്കരയിൽ കനലിൽ അപ്പം ചുട്ട്, കനലിൽ മീൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് പൊള്ളിച്ച് ആ മീനും ഉണ്ടാക്കി അപ്പവും ഉണ്ടാക്കി അവരെ ഇങ്ങനെ കാത്തിരുന്നു. യേശു കർത്താവ് ഇവർക്ക് വേണ്ടി ഒരുക്കിയത് അറിയാതെ അവർ ഒരു മത്സ്യവും ലഭിക്കാതെ തിരിച്ചു വരുന്നു. കർത്താവ് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ, മൈ ചിൽഡ്രൻ, മൈ ബിലോവ്ഡ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ തള്ളിപ്പറഞ്ഞവനെ, ആണയിട്ടവനെ, പ്രാഗിയവനെ, കളഞ്ഞിട്ട് പോയവനെ, എടുക്കരുതെന്ന് പറഞ്ഞ പടകും വലയും വീണ്ടും എടുത്തവനെ അങ്ങനെയാണോ വിളിക്കേണ്ടത്? അങ്ങനെയാണോ സംബോധന ചെയ്യേണ്ടത്? അങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. പക്ഷെ യേശു അങ്ങനെയാണ്, കർത്താവ് അങ്ങനെയാണ്. ഈസ് അണ്ടർസ്റ്റാൻഡിങ് യു. ദൈവം നിങ്ങളെ ഭയങ്കരമായി മനസ്സിലാക്കുന്നവനാണ്. കർത്താവ് നമ്മളെ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ, ഈ 2025 എന്ന വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ നന്മകളൊന്നും നമ്മൾ കാണത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം, നമ്മുടെ ജീവിതം മാനിക്കപ്പെട്ടതിൻ്റെ കാരണം കർത്താവ് നമ്മളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, അൺകണ്ടീഷണലാണ്. അത് കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹമാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കൽ ലോയല്ല, അത് നിയമപരമായ ഒരു സ്നേഹമല്ല. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹമാണ്, ആഴത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചത്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പീറ്റർ പറയുകയാണ്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി പടകും വലയും എടുത്ത് വീണ്ടും മത്സ്യബന്ധനത്തിന് പോവുകയും മറ്റുള്ള ശിഷ്യന്മാരെയും കൂടെ അതിനകത്ത് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത ഈ പത്രോസിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനാക്കി മാറ്റി, വാക്കിന് പോലും വിലയില്ലാത്ത ഈ മനുഷ്യൻ്റെ നിഴലിനകത്ത് പോലും ശക്തി വ്യാപരിപ്പിച്ച് ഒരത്ഭുതമാക്കി മാറ്റിയ കർത്താവ്, അവനെ ഉയർത്തി മാനിച്ച കർത്താവ്, ഹെരോദ രാജാവ് കാരാഗ്രഹത്തിനകത്ത് കൊല്ലാൻ പിടിച്ചിട്ടപ്പോഴും ദൂതനെ അയച്ച് കാരാഗ്രഹം തുറന്ന് പുറത്തു കൊണ്ടുവന്ന കർത്താവ് കൈവിടാത്തവന്, തള്ളിക്കളയാത്തവന്, ഉപേക്ഷിക്കാത്തവന്, നിങ്ങളെ മറക്കാത്തവന്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോഴും കർത്താവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, യേശുവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും പറയാൻ കഴിയട്ടെ, കർത്താവെ, പലപ്പോഴും ഞാൻ നിന്നെ തള്ളി പറഞ്ഞപ്പോഴും നീ എന്നെ തള്ളിക്കളഞ്ഞില്ല. പലപ്പോഴും ഞാൻ നിന്നെ മറന്നപ്പോഴും നീ എന്നെ മറന്നില്ല. പലപ്പോഴും ഞാൻ അങ്ങേ സ്നേഹിക്കാതിരുന്നപ്പോഴും നീ എന്നെ സ്നേഹിച്ചു. എങ്കിലും എന്നെ സ്നേഹിച്ചു. എത്രയോ പാപം ചെയ്തു അകന്നു ഞാൻ, എങ്കിലും ക്ഷമിച്ചില്ലേ നീ. എന്തു ഞാൻ നൽകും
നിനക്കായി ലോകമെങ്ങും സാക്ഷിയാകാമെൻ നാഥനായി